നമസ്കാരം. എ ഫോർ ഓൾ ഗുഡ് ഇംഗ്ലീഷ് ടിപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോവർബാണ്. ആനയെക്കുറിച്ച് ധാരാളം പഴഞ്ചൊല്ലുകൾ നിലവിലുണ്ട്. അതിലൊന്ന്, അടിതെറ്റിയാൽ ആനയും വീഴും. അടിതെറ്റിയാൽ ആനയും വീഴും. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആർക്കൊക്കെ അറിയാം? അറിയുന്നവർക്കും അറിയാത്തവർക്കുമായി അതെന്താണെന്ന് നമ്മൾ നോക്കാം. വരൂ. അടി തെറ്റിയാൽ ആനയും വീഴും. ഈ അടി എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, നമ്മുടെ അടിസ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ ആനയും വീഴും. സാധാരണ ആന അങ്ങനെ വീഴില്ല. കാര്യം ആന വളരെ ആരോഗ്യ ദൃഢവാനായ ഒരു ജീവിയാണ്. ആന വളരെ എന്തോ ശാരീരികമായിട്ടുള്ള ശക്തി കൊണ്ടൊന്നും ആനയെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ ആന അടി തെറ്റിയാൽ വീഴും. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണെന്ന് അറിയാമോ? ഇതാ കേട്ടോളൂ. ഈവൻ ആൻ എലിഫന്റ് വിൽ ഫോൾ വിത്ത് a wrong step. എങ്ങനെ? even an elephant will fall with a wrong step. അതായത് even an elephant, ഒരു ആന പോലും will fall, വീഴാം. എങ്ങനെ? with a wrong step, തെറ്റായ ഒരു സ്റ്റെപ്പ് കൊണ്ട് ആനയും വീഴാം. അപ്പം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വളരെയധികം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് ആനയ്ക്ക് വീഴാമെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അടി തെറ്റിയാൽ ആനയും വീഴും. ഈവൻ ആൻ എലിഫന്റ് വിൽ ഫോൾ വിത്ത് എ റോങ് സ്റ്റെപ്പ്. ഓക്കെ, എ ഫോർ ഓൾ ഗുഡ് ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ടിപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പുതിയ ടിപ്പുമായി വരും വരേക്കും ബൈ.